കാസർഗോഡ് പറപ്പച്ചാലിൽ വയോധികയോട് കേരള ബാങ്കിന്റെ കൊടുങ്ക്രൂരത. ആളില്ലാത്ത സമയത്ത് ചേനറ്റാടി തൂക്കപ്പിലാവ് സ്വദേശി ജാനകിയുടെ വീട് കേരള ബാങ്ക് ജപ്തി ചെയ്തു. 75-കാരി ജാനകിയുടെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെയും ദുരിതവാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയിൽ ലോൺ തുക തിരിച്ചടച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീട് തുറന്നുകൊടുത്തു. പ്രൈമറി സംഘങ്ങൾക്ക് മാത്രമാണ് ആ കാര്യത്തിൽ നടപടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ 3 സെന്റിൽ താഴെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ഇറക്കി വിടാതെ ജപ്തി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകും. അതായത് സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള UER ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ മറ്റ് നമ്മുടെ അർബൻ ബാങ്കുകളും ആ നടപടി സ്വീകരിക്കുന്നുണ്ട്. അവരെ അതിന് പിന്തിരിപ്പിക്കണമെങ്കിൽ കുറേ കൂടി ശ്രമങ്ങൾ വേണ്ടി വരും. സാധനമുട്ടുണ്ട്, പിന്നെ കണ്ണ് കാണുന്നില്ല, അങ്ങനെ വേസുണ്ട്, അതിന് ഗുളികയിലിങ്ങനെ നിൽക്കുന്നു പോകുന്നതല്ലേ. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ജാനകിയുടെ ചികിത്സയ്ക്കായി കുടുംബം ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ജപ്തി നടപടികൾ. ജാനകിയും മകൻ വിജേഷും ഭാര്യയും വീട്ടിലെത്തിയപ്പോഴാണ് വീട് സീൽ ചെയ്ത നിലയിൽ കണ്ടത്. 2 ലക്ഷം ഉണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ ചികിത്സ ചെയ്തെല്ലാം തെങ്ങുമെന്ന് വീണതിന് ശേഷം ഇത് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇപ്പോഴത് നിലവിൽ 6.5 ലക്ഷമായി എന്നാണ് അവർ പറയുന്നത്. 3ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കുടുംബം പെരുവഴിയിലായി. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു സംഭവമാണ് ഇത് കാണുന്നത്. കാരണം കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അമ്മയ്ക്കും തീരെ സുഖമില്ലാതിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാണാത്ത സംഭവം കാണുമ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടായി. കുടുംബത്തിന്റെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ ജാനകിക്കും മക്കൾക്കും ആശ്വാസവുമായി എത്തി. ഒന്ന് ശരിയായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. ഈ സമയം വരെ ഞങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഇപ്പോഴാണ്. 24 ചാനലിലൂടെ ആ വാർത്തയെ സംബന്ധിച്ച് ഇട്ടതുകൊണ്ട് പിന്നെ മലപ്പുറം ചേർത്തലയിലുള്ള ഒരു ചേട്ടൻ ഞങ്ങളെ സഹായിച്ചു. ആ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയിൽ അടയ്ക്കേണ്ട തുക ഉണ്ണികൃഷ്ണൻ തിരിച്ചടച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ ജാനകിക്കും കുടുംബത്തിനും ഇനി മുതൽ വീട്ടിൽ തന്നെ കഴിയാം. ജപ്തി നടപടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലോൺ എടുത്തവരുടെ വീടിൻ്റെ പരിതാപകരമായ അവസ്ഥ കൂടി ബാങ്ക് അധികൃതർ മുഖവിലേക്കെടുക്കണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.